അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സിം കാർഡ് എടുക്കുക, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അല്ലെ? എന്തൊക്കെയാണ് വന്നപാട് ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് എടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യമുണ്ട്, D3 TRC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പോയി നോക്കുന്നത്. അപ്പം ഇതിപ്പം ഒറ്റ വീഡിയോയിൽ തീർന്ന സാധനമല്ല, ഓരോ ദിവസങ്ങളിലായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുകയാണ്. സിം എടുക്കാൻ വന്നേക്കാണ്. അപ്പോൾ ജോർജിയയിലുള്ള ഒരു സിമ്മാണ് സെൽഫി. അപ്പോൾ സെൽഫീൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തേക്ക് ഒരു 40,000 50,000 പ്ലാൻ കിട്ടും, ഇന്റർനെറ്റ് മാത്രമുള്ളത്. അപ്പോൾ അതാണ് കുട്ടികൾ എടുക്കാറുള്ളത്, കാരണം അത്രയും എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ സെൽഫീൻ്റെ ഓഫീസിലാണുള്ളത്. ഇവിടെ നമുക്ക് സിം എടുക്കാൻ ശരിക്കും പാസ്പോർട്ട് മാത്രം മതി. ഞാനിപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ജോർജിയന്റെ മുന്നിലാണ്. ഇവിടെ TBCയും അതുപോലെ ബാങ്ക് ഓഫ് ജോർജിയ ഉണ്ട്. പക്ഷേ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ബാങ്ക് ഓഫ് ജോർജിയ ആണ്. അപ്പോൾ ഇതിപ്പം മെറബ് കൊസ്താവ്, അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള ബാങ്ക് ഓഫ് ജോർജിയ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ജോർജിയയിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ മോസ്റ്റ്ലി ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടുമല്ലോ. അപ്പോൾ സ്റ്റുഡന്റ് കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഓഫ് ജോർജിയ ആണ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവർക്കും ഇനീഷ്യലി കുട്ടികൾക്ക് സ്റ്റുഡന്റ് കാർഡിന് നല്ലത് ബാങ്ക് ഓഫ് ജോർജിയ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാങ്കിലേക്ക് കയറുക, എന്നിട്ട് ഫസ്റ്റ് ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നോർമൽ ബാങ്കിന്റെ പ്രോസസ് ഇല്ല. അതുപോലെ എല്ലാ ബാങ്കിലും ബാങ്ക് ഓഫ് ജോർജിയന്റെ എല്ലാ മെഷീനിലും ഇതുണ്ടാവും. അപ്പോൾ ഇതിൽ നടുവിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നോൺ റെസിഡന്റ് എന്നാണ് ഉണ്ടാവുക. നോൺ റെസിഡന്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് വരും. ആ ടിക്കറ്റ് കളക്ട് ചെയ്യുക. എന്നിട്ട് ഈ കൗണ്ടറിൽ മുകളിൽ അവർ റെഡ് കാണുന്നില്ലേ, അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് നമ്പർ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൽ പോയിരിക്കുക, നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ചെക്ക് ചെയ്യും യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എൻറോൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ചില സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി മിനിസ്ട്രിയിൽ എന്തെങ്കിലും പാസ്പോർട്ടിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ പേരിൻ്റെ മിസ്റ്റേക്കോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ മിനിസ്ട്രിയിൽ ആഡ് ചെയ്യുന്ന നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് മിനിസ്ട്രിയിൽ അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം 0 പകരം O ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ആയിക്കില്ലെങ്കിൽ ഇവിടെ അവർക്ക് കിട്ടൂല. ചില കുട്ടികളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി മിസ്റ്റേക്ക് അല്ലെങ്കിലും കുറച്ച് ദിവസം എടുക്കും, ഒരു 5 ദിവസം എടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, നമ്മൾ പാസ്പോർട്ട് കൊടുത്താൽ പറയും പ്രോസസ്സിംഗിലാണ്, ഒരു 5 ദിവസം എടുക്കുമെന്ന് പറയും. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. അപ്പോൾ എന്നിട്ടും നല്ല ഡിലേ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും മിനിസ്ട്രി ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മിനിസ്ട്രിയിലേക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കറക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അല്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ നോക്കിയിട്ട് അക്കൗണ്ട് എടുത്ത് തരും. അപ്പോൾ അക്കൗണ്ട് എടുക്കുന്നതിന് ഇവിടെ ഇനീഷ്യലി ചാർജ് ഒന്നും ഉണ്ടാവില്ല. കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 10 ലാരി ഇന്ത്യൻ റുപ്പീസിൽ ഓൾമോസ്റ്റ് ഒരു 230 രൂപ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കട്ട് ചെയ്യും, അതായത് ബാങ്കിങ് ചാർജ് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ റോഷ വേറെ എന്താ ബാങ്ക് അക്കൗണ്ടിന്റെ വേറൊന്നുമില്ല. നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട. പിന്നെ കാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു 10 ലാരി 300 റുപ്പീസ്. കൂളിംഗ് ക്ലാസ് ഒന്നും അല്ല ക്ലാസ് ആണ്. ക്ലാസ് ആണ്. ഇവനേതാ പവർ സ്റ്റാർ എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ണ് കാണില്ലല്ലോ. അതെ. പിന്നെ എന്താ വേറെ എന്താ ഡിഫിക്കൽട്ടി ഉള്ള? നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ഇനിയിപ്പോ ചില കേസിൽ സ്റ്റുഡൻസിനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതായത് മിനിസ്ട്രിയിൽ മിസ്റ്റേക്ക് ഒക്കെ കാരണം. അല്ലെങ്കിൽ ഓക്കെയാണ്, ജസ്റ്റ് പാസ്പോർട്ട് മതി, സാധനം ഓക്കെയാണ്. എത്ര മിനിറ്റ് കൊണ്ട് കിട്ടലുണ്ട് ഇവിടുന്ന്? ഇന്ന് എന്തോ നല്ല വേഗം കിട്ടുന്നത്, കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് 5 സ്റ്റുഡൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അല്ലാത്ത ടൈമില് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്നപ്പോ ഓൾമോസ്റ്റ് 2 hours ഒക്കെയാണ് 1 സ്റ്റുഡന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതെന്റെ ഒരു ബർക്കത്താട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബ്രാഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ന ബ്രാഞ്ചിൽ തന്നെ വേണമെന്നില്ല. അക്കൗണ്ട് നമ്പർ മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിക്കും IFSC കോഡ് ഒന്നുമില്ല, വെറും അക്കൗണ്ട് നമ്പർ മാത്രം. സ്വിഫ്റ്റ് കോഡ് എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും. സ്വിഫ്റ്റ് കോഡ് സെയിം ആയിരിക്കും എല്ലാവർക്കും. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രമാണ് ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടുള്ളൂ ശരിക്കും. അപ്പോൾ ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഏത് ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 18 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളിപ്പോൾ കാരണം MBBS അതിൻ്റെ നീറ്റൊന്നും റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന കുട്ടികളാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 17 കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പവർ ഓഫ് അറ്റോർണി വേണം, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഒരു പവർ ഓഫ് അറ്റോർണി വേണം. കാരണം ഇവിടെ യൂറോപ്പിൽ മൊത്തം 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ലീഗലി മേജർ ആണ് എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവർ ലീഗലി ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അവരുടെ ഒരു ഡിസിഷൻസിലും പേരൻസിന് ഇടപെടാൻ പറ്റില്ല, അവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളതാണ്. 18 വയസ്സ് കഴിയാത്ത കുട്ടിയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പേരൻസിന് പകരമായിട്ട് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി, അതായത് പേരൻസിന് പകരം ഞാൻ ഇന്നയാളെ എൻ്റെ കുട്ടീനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഇയാളാണ് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ കുട്ടിയുടെ കൂടെ വന്ന് ഇവിടെ അക്കൗണ്ട് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളോ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ വേണം സൈൻ ചെയ്യാൻ പേരൻസിന് പകരം. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പിന്നെ അവർ മാത്രം മതി. അപ്പോൾ ഇതാണ് അതിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇതാണ്
ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ജോർജിയയിൽ വന്നിട്ട് സിം കാർഡ് എങ്ങനെയാണ് എടുക്കുക, ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ D3 വിസയിലായിരിക്കും വരുന്നുണ്ടാവും. അതായത് 3 മാസത്തെ വിസ നമുക്ക് ഉണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യണം, TRC എടുക്കണം. TRC എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള വിസക്കാണ് ഈ TRC എന്ന് പറയുന്നത്. പിന്നെ ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള TRC ആണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുന്നതിന് മുന്നേ നമ്മുടെ വിസ TRC എക്സ്പയർ ആവുന്നതിൻ്റെ ഒരു 2 മാസം മുന്നേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ TRCയുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക, ഡിലേ ആക്കാതെ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത, അതായത് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാമത്തെ വർഷം മുതൽ ഫൈനൽ ഇയർ വരെയുള്ള TRC നമുക്ക് ഒന്നിച്ച് കിട്ടും. അപ്പോൾ TRCയുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $2000 നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ TRC കിട്ടാൻ ഇപ്പോൾ 2nd ഇയർ ടു 5th ഇയർ ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ $10,000 അക്കൗണ്ട് കാണിക്കണം. കാരണം 5 വർഷത്തേക്ക് 1 വർഷത്തേക്ക് 2000 കാണിക്കേണ്ടത്. അപ്പോൾ ഇതാണ് TRCയുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് TRC ആയിരിക്കും എടുക്കുക. പക്ഷേ ഞാനിപ്പം ഓണറൈവിൽ വരുന്ന കുട്ടികൾ, കാര്യം ഓണറൈവിൽ നമ്മൾ ഓണറൈവിൽ വിസയാണ് എടുക്കുന്നത്. അത് 3 മാസത്തേക്കുള്ള വിസയാണ്. അപ്പോൾ 3 മാസത്തിനുള്ളിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ, മാക്സിമം ഒരു 1 മന്ത്, മാക്സിമം ആണ് പറയുന്നത്, ഒരു 1 മന്തിനുള്ളിൽ നമ്മൾ D3 വിസക്ക് അപ്ലൈ ചെയ്യണം. കാരണം D3 വിസ കിട്ടാൻ ഓൾമോസ്റ്റ് 1 മന്താണ് ഗവൺമെന്റ് ടൈം പറയുന്നത്. ചിലർക്ക് 5 ദിവസം കൊണ്ട് കിട്ടും, ചിലർക്ക് 10 ദിവസം കൊണ്ട് കിട്ടും. എന്തായാലും ഒരു 1 മന്ത് നമ്മൾ അതിന് എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഓണറൈവിൽ വരുന്ന കുട്ടികൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് D3 വിസക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റിസ് ഹൗസിലാണുള്ളത്. ജസ്റ്റിസ് ഹൗസിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ D3 വിസക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ TRC ആപ്ലിക്കേഷൻ വന്നതാണ്. TRC ആപ്ലിക്കേഷനെ ഫോട്ടോ എങ്ങനെയുണ്ടായിരുന്നു? ഫോട്ടോ രസമില്ല, നിന്റെ കിട്ടിയാ? അതായത് ലുക്ക്, അതേ ലുക്ക്, എല്ലാവരും കയ്യിൽ വെക്കുക, അത് കളയല്ലേ നിന്റെ ലുക്ക്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലിപ്പ് കിട്ടും. കാണിച്ചെടുത്തേ. TRC ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് ഇതുപോലത്തെ സ്ലിപ്പ് കിട്ടും. ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുക. എല്ലാം വെരിഫൈ ചെയ്തില്ലേ? ഇമെയിൽ ID, സ്പെല്ലിംഗ്, സിറ്റിസൺഷിപ്പ് എല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു TRC പ്രോസസ്? ഈസി ആയിരുന്നാ? ഒന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അപ്പോൾ TRCയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവരിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് D3 എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ D3 എടുത്ത് വന്നു കഴിഞ്ഞാൽ 45 ഡേയ്സ്, D3 എക്സ്പയർ ആവുന്നതിൻ്റെ 90 ദിവസമാണ് നമുക്ക് D3 ഉണ്ടാവുക. അത് എക്സ്പയർ ആവുന്നതിൻ്റെ 45 ഡേയ്സ് മുന്നേ നമ്മൾ TRCയുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കണം. എന്നിട്ട് എന്താ വെച്ചാൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്നത് ഹാൻഡിൽ ചെയ്യണം. എന്നിട്ട് എന്താ വെച്ചാൽ TRC ഒരു ഈ 90 ഡേയ്സ് എക്സ്പയർ ആവുന്നതിന് മുന്നേ നമുക്ക് TRC കിട്ടണം. അപ്പോൾ TRC 1 ഇയറിനേക്കാണ് കിട്ടുക. 2nd ഇയർ ഓൺവേർഡ്സ് നമുക്ക് 5 വർഷത്തേക്കുള്ള TRCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, അതായത് $10,000 കാണിച്ചാൽ 5 വർഷത്തേക്കുള്ള TRC ഒന്നിച്ച് നമുക്ക് കിട്ടും. അത് നമുക്ക് TRC എക്സ്പയർ ആകുന്നതിന്റെ 2 മാസം മുന്നേ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ല, 45 ഡേയ്സ് മതി മിനിമം, അതായത് മിനിമം 45 ഡേയ്സ് മതി. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മിനിമം ഒരു 2 മാസത്തിന് മുന്നേ നമ്മൾ TRCയുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കുട്ടികൾ, നമ്മളിപ്പോൾ ഫാദ് മറന്നുപോയതാണ്. ഫാദ് കഴിഞ്ഞ കൊല്ലം വന്നിട്ട് TRC റിന്യൂ ചെയ്യാൻ മറന്നുപോയിട്ട് നാട്ടിലേക്ക് പിന്നെയും പോയി D3 എടുത്ത് 2ാമതും വരികയാണ്. ഇനി പിന്നെയും 1 കൊല്ലത്തേക്കുള്ള TRC എടുത്തിട്ട് അടുത്ത കൊല്ലം പിന്നെയും 3 കൊല്ലത്തേക്കുള്ള 4 കൊല്ലത്തേക്കുള്ള TRC റിന്യൂ ചെയ്തെടുക്കും. അപ്പോൾ ഇതിന് ഈ ഇടങ്ങാറിൽ നിൽക്കരുത്. എല്ലാവരും കറക്റ്റ് സമയത്ത് TRC റിന്യൂ ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ TRC അല്ലെങ്കിൽ D3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് SDA എന്ന് പറഞ്ഞ നമ്പർ ഇല്ലേ, SDA എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് എന്താ വെച്ചാൽ മെസ്സേജ് വരും. അപ്പോൾ ആ മെസ്സേജിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് മറന്നു പോയി കഴിഞ്ഞാൽ മൊത്തം കൊള്ളാവും. അതുകൊണ്ട് ആ നമ്പറും അതുപോലെ നമ്മുടെ മെയിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് TRCയുടെയും D3യുടെയും നമുക്കുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം സിം കാർഡ് എടുക്കുക, രണ്ടാമത്തത് ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ, ജസ്റ്റ് ബാങ്കിൽ പോയിട്ട് ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്താൽ തന്നെ അക്കൗണ്ട് കിട്ടും. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് അക്കൗണ്ടാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ മിനിസ്ട്രിയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പം 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഒരു സമയം പറയും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എടുക്കാം. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് പ്രശ്നമില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് സ്റ്റുഡൻറ്റ് അക്കൗണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നമ്മൾ മെട്രോയിൽ കയറി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലാറി ചാർജ് പോകും. സ്റ്റുഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ചാർജുകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് D3, എന്താണ് TRC എന്നുള്ള ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. അതായത് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കുട്ടികൾ D3 എന്ന് പറഞ്ഞ വിസ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതേ സമയത്ത് ഓണറൈവലിൽ ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഓണറൈവലിലാണ് വരുന്നത്. അവർക്ക് ശരിക്കും സ്റ്റുഡൻറ്റ് വിസ ഇല്ല. സ്റ്റുഡൻറ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് TRCൻ്റെ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതായത് ടെമ്പർ റെസിഡൻസിൻ്റെ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന കുട്ടികൾ ഓൾറെഡി D3 കിട്ടിയതുകൊണ്ട് അവർ D3ക്ക് അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് TRCയിലേക്ക് പോയാൽ മതി. പക്ഷേ ഓണറൈവിൽ വരുന്ന കുട്ടികൾക്ക് D3 ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് D3 എടുത്തതിന് ശേഷം വേണം TRCയിലേക്ക് പോകാൻ. അപ്പോൾ ഓണറൈവിൽ വരുന്ന കുട്ടിക്ക് D3 എന്ന് പറഞ്ഞ വിസ എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടുതൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഡയറക്റ്റ് TRCയിലേക്ക് പോയാൽ മതി. എല്ലാ കൊല്ലവും TRC റിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ എന്നിട്ട് ഓരോരുത്തർ വരും, തിരിച്ച് നാട്ടിലേക്ക് പോകും. എനിക്ക് പിന്നെയും D3 എടുത്ത് ഈ പ്രോസസ്സൊക്കെ പിന്നെയും കൊണ്ടുവരും. അപ്പോൾ ഇത് പൊതുവെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് TRCയുടെ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് റിമൈൻഡർ വെക്കുക. 2 മാസം മുന്നേ TRC കഴിയാൻ എക്സ്പയർ ആകാനുള്ള 2 മാസം മുന്നേ നിങ്ങൾക്ക് റിമൈൻഡർ വന്നിട്ട് TRCയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്.